ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടെസൽസ് ഉണ്ടാക്കേണ്ട എങ്ങനെയാണ്. അപ്പോൾ ഈ ടെസൽ എന്ന് പറയുമ്പം നല്ല ഒരു എക്സസറി ആണ്. നൗ ഇൻ ഡേയ്സ് അത് യൂസ് ചെയ്ത് നമുക്ക് ഒത്തിരി ചുരിദാറും കുർത്തീസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. കുട്ടികളുടെ ഡ്രസ്സ് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മളതുപോലെ വീട്ടിലത്തെ പിലോ അതിനൊക്കെ വക്കിലൊക്കെ അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഹോം ഡെക്കറേറ്റിൽ നമുക്ക് അതിന് യൂസ് ചെയ്യാം. ഒത്തിരി യൂസ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും കമ്മലൊക്കെ വരുന്നുണ്ട്, അത് യൂസ് ചെയ്തിട്ട് ഒത്തിരി യൂസ്ഫുള്ളായ ഒരു അക്സസറിയാണ് ഇത് ഉണ്ടാക്കിയത് ഞാൻ കോട്ടൺ ത്രെഡോടാണ് അന്ന് ഉണ്ടാക്കിയത്. അപ്പം ഇങ്ങനെ ഞാൻ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡ്രസ്സിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ വിസിറ്റ് ചെയ്യാം. ചാനൽ പല്ലവി ആൻഡ് വ്ളോഗാണ് ചാനൽ. അപ്പം എങ്ങനെയാണ് ഇത് ഈസിയായി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. അപ്പം ഞാൻ കുറച്ച് ഇവിടെ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുറേ മെറ്റീരിയൽ ഉണ്ടാക്കി വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, ഞാൻ സാധാരണ ഒരു ചുരിദാറിൻ്റെ ഒരു നെക്ക് കാണിച്ചാൽ തന്നെ എന്നോട് ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതുണ്ട് ഇടയ്ക്കിടയ്ക്ക്, ചേച്ചി മെറ്റീരിയൽ ഏതാണ്? അപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ഫ്രണ്ട്സ്, മെറ്റീരിയൽ എന്താണ് മാറ്റർ? നമ്മൾ ഡിസൈൻ നോക്കാം, നിങ്ങൾക്ക് അവൈലബിൾ ഉള്ള മെറ്റീരിയലിൽ അത് ഉണ്ടാക്കാം. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷെ എന്നോട് ചോദിക്കുന്ന മെറ്റീരിയൽ എന്തിനാണെന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഞാൻ കണക്കിൽ വെച്ചിട്ടാണ് ഇങ്ങനെ വേറെ വേറെ ഫാബ്രിക്കിൽ ഞാനിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ അന്ന് യൂസ് ചെയ്തതിൻ്റെ ഒരു കഷ്ണം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം നോക്കിക്കോളൂ, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. സിൽക്ക് ത്രെഡ്. അപ്പോൾ കോട്ടൺ ത്രെഡ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ ഫ്ലഫി ആയി നിൽക്കത്തില്ല. ഇത്രയും കൂടെ അത് ആദ്യം ഞാൻ കാണിച്ചില്ല, അതുപോലെ ഇരിക്കും. അതുപോലെ ഇങ്ങനത്തെ സിൽക്ക് ത്രെഡ് വാങ്ങിക്കാൻ കിട്ടും. ഇത് സിൽക്ക് ത്രെഡ് അല്ല, കോട്ടൺ ത്രെഡാണ്. പക്ഷെ ഇങ്ങനെ ഇരിക്കും അത് കാണാൻ. 15 രൂപ 20 രൂപ എന്തോ ആണ് ഒരു ഇതിന് റീലിന് അതിൻ്റെ വില. അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്. എന്നാലും ഇങ്ങനെ ഫ്ലഫിയായി കിട്ടും. പക്ഷേ ഇതൊന്നും വാങ്ങിക്കാൻ നമുക്ക് ഒരു ടെസൽ, ഇപ്പം ഞാൻ ഇങ്ങനെ ചുരിദാറിൽ വെച്ച പോലെ ഒരു ടെസൽ നമ്മൾ വെക്കണം എന്ന് വിചാരിച്ചാൽ 20 രൂപേൻ്റെ അത് ഞാനാണെങ്കിൽ വാങ്ങിക്കത്തില്ല. എന്ന് വെച്ചാൽ അത് പിന്നിട്ട് വേസ്റ്റ് ആവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിൽ കോട്ടൺ തന്നെ വെച്ചത്. അപ്പം കോട്ടൺ വെക്കേണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോ, ഈ മാച്ചിങ് ആയിരുന്നു. ഇത് സിൽക്ക് ത്രെഡായിരിക്കും. അപ്പം നമുക്കിത് ഇങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ്. കണ്ടോ. അപ്പോൾ ഇത് ഇളക്കിയിട്ട് ഞാൻ ഇനി ഇതാണ് വെക്കാൻ പോണത്. ഇതാണ് എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ടത്. അതുപോലെ ഇതേ ഫാബ്രിക്കിൽ നിന്ന് കണ്ടോ ഉണ്ടാക്കിയിരിക്കണേ ഇത്. അപ്പോൾ ഇത് വേണമെങ്കിൽ എനിക്കിവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇവിടെയോ ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാം. ചെറുതുണ്ടാക്കി ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാം നമുക്ക്. അതാണ് അതിൻ്റെ യൂസ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് പെട്ടെന്ന് നോക്കാം. ഒരു തുണി മതി, ഇങ്ങനെ പിച്ചെടുക്കാം. കണ്ടോ, ഇങ്ങനെ പിച്ചെടുത്താൽ നമുക്ക് ഇതിൻ്റെ നൂല് കിട്ടുന്നതായിരിക്കും. അപ്പം എത്ര നീളത്തിൽ ടെസൽ ഉണ്ടാക്കണം, ഇങ്ങനെ അതിൻ്റെ ഡബിൾ നമ്മൾ ഇങ്ങനെ തുണി എടുത്തോണം. ഇങ്ങനെ പീസസ് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ കാണും. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ടെസൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കിക്കോളൂ, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടോ. അപ്പം ഇത് അതേപോലെ സെയിം ഞാൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. നോക്കിക്കോളും. ഇതല്ലാണ്ട് വെറൈറ്റി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോളൂ, നല്ല ഭംഗിയുണ്ട് ഇത്, കാണാമോ? അപ്പോൾ സെയിം കളറിൽ നമുക്ക് ഉണ്ടാക്കാം. അത് സിൽക്കിലത്തെ ഫാബ്രിക്കിലും ഉണ്ടാക്കാം. ഇത് നോക്കിക്കോളൂ, ഒരു സിൽക്ക് മെറ്റീരിയലാണ്, പട്ടിൻ്റെ. അതിൽ നമുക്ക് കണ്ടോ ഇങ്ങനെയാണ് പിച്ചെടുക്കേണ്ടത്. അതിനെ ഞാൻ കാണിച്ചില്ലേ, ഇതുപോലെ ഇങ്ങനെ ഇവിടുന്ന് പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും വേറെ ഇത് നൂല് വാങ്ങിക്കേണ്ട, ഒന്നായിട്ട് ഉണ്ടാക്കണം. അതുപോലെ ഏതെങ്കിലും ഒന്നിന് യൂസ് ആണെങ്കിൽ അത് നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നില്ല. ഇത് 2 ഉണ്ടാക്കിയിട്ടുണ്ട്. 2 വേറെ ഞാൻ ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇതിൻ്റെ ബേസിക് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇതുപോലത്തെ ഇത് കിട്ടും, റിബിൻസ്. ആ റിബിൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നോക്കിക്കോളൂ, ഞാനിങ്ങനെ ഇവിടെ ഇളക്കി വെച്ചിരിക്കുകയാണ്. റിബിൻസ് ഇളക്കേണ്ട എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് പിടിച്ചാൽ ഇത് ഫുള്ള് കാണാമോ ഫ്രണ്ട്സ്? നോക്കിക്കോളൂ, ഇങ്ങനെ ഇളകി വരും. കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കേണ്ട എങ്ങനെയെന്ന് നോക്കാം പെട്ടെന്ന്. അപ്പോൾ ഇതുപോലത്തെ ക്യാപ്പ് കിട്ടും, ഈസി ആയിട്ട് അവൈലബിൾ ഉണ്ട്. മാലയിലൊക്കെ വരുന്ന പേൾസാണിത്. ഇങ്ങനെ എടുക്കാം. അപ്പം ഞാൻ ഇത് എടുത്തിരിക്കുന്നത് എങ്ങനെയാണ് അതിനെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കേണ്ടത് നോക്കാം. അതുപോലെ ത്രെഡ് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കേണ്ടത് അതും കൂടെ കാണിച്ചു തരാം. ഫസ്റ്റ് കാണിച്ചതായിരിക്കും എല്ലാവർക്കും ഇഷ്ടമാവുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ചിലവൊന്നുമില്ല. നമ്മൾ മിച്ചം വരുന്ന തുണി അങ്ങ് എടുക്കാം, അതിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഈസി ആയിട്ട്. അപ്പോൾ ഇങ്ങനെ എടുത്തിരിക്കുകയാണ് ഫ്രണ്ട്സ്, ഒരുപോലെ ആക്കി. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ ഇങ്ങനെ വെക്കാം. ഇനി നമുക്കൊരു നൂലെടുക്കാം. ഇപ്പം ഇതിൽ നിന്ന് നിങ്ങളിത് എടുത്തു എന്ന് വിചാരിച്ചോളും. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കിക്കോളും. ഒരു നൂല് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ആ നൂലിൻ്റെ നടുവിൽ ഇതിനെ ഇങ്ങനെ വെക്കാം, സെൻറ്ററിൽ. എന്നിട്ട് ഇതിനൊരു കെട്ടിട്ട് കൊടുക്കാം. പതുക്കെ ഇടാം. എന്നിട്ട് ഇതിനെ നമുക്ക് നോക്കാം ഒരേപോലെ ആയോ എന്ന്. ഒരേപോലെ ആക്കി ഇങ്ങനെ
കെട്ടിട്ട് കൊടുക്കാം. ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കാം, ടൈറ്റാക്കിയിട്ട് ഇട്ട് കൊടുത്തു. കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു പേൾ എടുക്കാം. നിങ്ങൾക്ക് ഏതാണ് എത്രയാണ് വേണ്ടത്. ഇപ്പം ഞാൻ അതിൽ ഇതാണ് വെച്ചത് ചുരിദാറിൽ. ഇപ്പോൾ ഇതിൽ ഞാൻ ചെറുതാണ് വെച്ച് കാണിക്കുന്നത്. ഇതിനെ ഇങ്ങനെ ഈ സൂചീനെ ഇങ്ങനെ ഇതിലൊന്ന് കോർത്തെടുക്കാം. നമുക്ക് കോർത്തെടുത്തു ഇട്ടിടാം. ഇതിനെ അതിൻ്റെ അകത്ത് കോർത്തെടുത്തിട്ട് ഇതിൻ്റെ മിഡിലോട്ട് വെച്ച് കൊടുക്കാം. കോർത്തെടുത്തിട്ട് അതിനിവിടെ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ പ്ലേസ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഇവിടുന്ന് ഒരു പ്രാവശ്യം കൂടെ ഇതിനെ എടുത്തിട്ട് ഇവിടെ അതിനെ ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്തിട്ടാകുമ്പം ആ പേറിനെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് എടുക്കാം. ഇങ്ങനെ നന്നായിട്ട് അതിനെ നമുക്ക് റൗണ്ട് എല്ലാ സൈഡിൽ നിന്ന് കവറായി എന്ന് നമുക്ക് തോന്നുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗോൾഡ് നിങ്ങൾക്ക് ത്രെഡ് ഉണ്ടെങ്കിൽ ഗോൾഡ് ത്രെഡ്, അല്ലെങ്കിൽ ഏതാണോ അവൈലബിൾ അത് ഇങ്ങനെ ഇവിടെ പിടിച്ചിരിക്കുകയാണ് അതിൻ്റെ ആ ത്രെഡ്. എന്നിട്ട് ഇതിൻ്റെ ചുറ്റും നമുക്ക് ചുറ്റിക്കൊടുക്കാം. ഇങ്ങനെ ഒരു 4-5 ചുറ്റ് നമ്മളിവിടെ ചുറ്റിക്കൊടുക്കാം. കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം. ഇവിടെ 1-2 കെട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മിച്ചമുള്ളത് നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കളർ നമ്മൾ വ്യത്യാസമായി കളർ കൊടുത്തുകൊണ്ട് നല്ല അറ്റം അങ്ങോട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളിതിന് ക്യാപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ അകത്ത് നമ്മൾ ഈ ക്യാപ്പ് ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്തേക്കാം. കണ്ടോ, ഇങ്ങനെ നമ്മൾ ഈ ക്യാപ്പയിൽ ഇട്ട് കൊടുത്തു. ഇപ്പം ഇവിടെ ഞാൻ ഒന്നേ വെച്ചിട്ടുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഒന്നും കൂടെ ഇതിൻ്റെ അടിയിൽ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇതിനെ ഇതേപോലെ ഇവിടെ പ്ലേസ് ചെയ്യണം. കണ്ടോ, ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ തുറന്നിട്ട് കാണാമോ, ഇതിൻ്റെ അകത്ത് തുറന്നിട്ട് ഇതിനിങ്ങനെ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ കവർ ചെയ്തിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തു. ഇവിടെ ഇങ്ങനെ കട്ടിട്ടിട്ട് കൊടുക്കാം. സെയിം മോൾഡ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടെ ഇതിനെ കട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ എക്സ്ട്രാ ഉള്ള നൂല് ഇവിടെ നമ്മൾ ഇതിൻ്റെ അറ്റത്തുനിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു ബീറ്റും കൂടി ഇട്ട് കൊടുത്തു ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ഇത് നമ്മളെ അടിപൊളിയായിട്ട് ടസൽ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ എക്സ്ട്രാ ഉള്ളത് കുറച്ച് വെച്ചിട്ട് ബാക്കി നമുക്കിങ്ങനെ ലെവൽ ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെയുള്ളൂ. അതെ, അടിപൊളി. ഇനി നിങ്ങളിത് എവിടെയാണെന്ന് വെച്ചാൽ ഇതിൽ സൂചി ഇട്ടിട്ട് അതവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. നോക്കിക്കോളൂ ഫ്രണ്ട്സ്, ഇത് ഒരു വെറൈറ്റി. ഇനി ത്രെഡ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണമെന്നും കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ത്രെഡ് എടുക്കാം. അതിൻ്റെ നമുക്ക് ആവശ്യമുള്ള നീളം അതിൻ്റെ ഡബിൾ, ഇപ്പം ഇതിൻ്റെ ഡബിൾ എടുക്കണം. ഇപ്പം ഇതിനെ മടക്കിയാൽ നമുക്ക് ഇത്ര വീതിക്ക് ഒരു ടെസൽ കിട്ടും, ഇത്ര കിട്ടും നീളം. ഇനി എന്താ ചെയ്യണം, ഇങ്ങനെ ത്രെഡ് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇതിൽ റാപ്പ് ചെയ്യണം. ഇങ്ങനെ പിടിച്ചിരിക്കുക. ഞാൻ ഇങ്ങനെ ഒരേ കണക്കിൽ വേണ്ട ഇങ്ങനെ റാപ്പ് ചെയ്തെടുക്കാം. ഒരേ സ്ഥലത്ത് ഇങ്ങനെ ചുറ്റിയെടുക്കാണ്ടോ. ഇങ്ങനെ ആവശ്യത്തിന് എത്ര ഘനത്തിൽ വേണം അത്ര ചുറ്റിയെടുത്തിരിക്കുകയാണ്. ഇനി നൂല് കട്ട് ചെയ്തെടുക്കാം. ഇതെടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ ഇവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തപ്പം ഇതുപോലെ കിട്ടി. വേറെ കളർ ഇട്ട് കാണിക്കാം ഞാൻ.
ഒരു നൂലിൻ്റെ കഷ്ണം എടുത്തു. ഇതിനെ സെൻറ്ററിൽ വയ്ക്കുക. ഇതിന് എന്നിട്ട് നിങ്ങൾ സിൽക്ക് ത്രെഡ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ടാകുമ്പം പറഞ്ഞുതരാം. ഇത് കോട്ടൺ ത്രെഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. സിൽക്ക് ത്രെഡ് ആകുമ്പോൾ നോക്കിക്കോളൂ, ഇങ്ങനെ ഫ്ലഫി ആയി കാണും. അപ്പം മാക്സിമം നിങ്ങൾ ഇത് നിങ്ങളുടെ ഡ്രസ്സിൽ തന്നെ ഇതുപോലത്തെ പീസ് എടുത്തുണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ നല്ല ഭംഗിക്ക് കിട്ടുന്നതായിരിക്കും. ഇതെങ്ങനെ ഉണ്ടാക്കിയത് അതാണ് ഇനി കാണിച്ചു തരുന്നത്. ഇങ്ങനെ കെട്ടി അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ കെട്ടിയ നൂല് ഇങ്ങനെ കയ്യിൽ പിടിക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് ഇങ്ങനെ ഇവിടെ ഒന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. കണ്ടോ, ഇതിനെ കെട്ടിയ നൂലിനെ കൈ പിടിച്ചു, 2 കെട്ട് ഇട്ട് കൊടുത്തു. സെൻറ്ററിൽ നൂല് വെച്ചിട്ട് ഇങ്ങനെ മുറുക്കി 2 കെട്ട് കൊടുത്തു. ഇങ്ങനെ നോക്കിക്കോളൂ. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിനെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കി അതാണ് കാണിക്കുന്നത്. ഇങ്ങനെ വെച്ചു. അടുത്ത നിങ്ങൾ ഇതിന് മാച്ചിങ് ത്രെഡ് എടുക്കണം. ഇല്ലെങ്കിൽ കണ്ടോ, ഇതിന് ഞാൻ ബ്ലാക്ക് ചുറ്റിയിരിക്കുകയാണ്. നന്നായിട്ടുണ്ട്. ഇതിൽ നിന്ന് മൾട്ടി കളർ ആയപ്പോൾ ഞാൻ ഇതിൽ ഒരു പച്ചയല്ല ഒരു കളർ ഞാൻ അതിന് ചുറ്റി. അപ്പോൾ അതിനൊരു ഭംഗി കാണും. കണ്ടോ, അപ്പോൾ ഇപ്പോൾ ഇനി ഞാൻ ബ്ലാക്കാണ് ചുറ്റുന്നത്. ആ ബ്ലാക്ക് കൂടെ ഈ കയ്യിൽ ഇങ്ങനെ പിടിച്ചേക്കണം. ഇത് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡിൽ കണ്ടോ, ലെഫ്റ്റ് ഹാൻഡിൽ ഇതിൻ്റെ തുമ്പ് പിടിച്ചു. ഇനി കുറച്ച് സ്ഥലം വിട്ടിട്ട് ഇങ്ങനെ ഒരു നുള്ള് കണ്ടോ, ഒരു നുള്ള ഇങ്ങനെ നുള്ളുന്ന രീതിക്ക് ഇവിടെ പിടിച്ചു. ഇനി ഇതിങ്ങനെ റാപ്പ് ചെയ്ത് കൊടുക്കാം, ചുറ്റി കൊടുക്കാം. ഇങ്ങനെ കണ്ടോ, കുറച്ച് ഒരു നുള്ള് ഇവിടെ വിട്ടു. ആ കണക്കിൽ തന്നെ താഴോട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. കുറച്ച് മുറുക്കിയിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. കണ്ടോ, കഴിഞ്ഞു, മതി. ഇത്രയും ഇതും ഒരു ഈക്വൽ ആവുന്ന രീതിക്ക് ആവുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ കയ്യിൽ പിടിച്ച നൂലും ഈ കട്ട് ചെയ്തെടുത്ത് തുമ്പും ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കാം. കെട്ടിട്ട് ഇങ്ങനെ 2 കെട്ട് അവിടെ ഇട്ട് കൊടുക്കാം. 2 3 ഇട്ട് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ കെട്ടിട്ട് കൊടുത്തു. ഇനി കെട്ടിനെ നമ്മൾ ഈ നൂല് വേറെ കളറായതുകൊണ്ട് കുറച്ച് അടുത്തുനിന്ന് ഇങ്ങനെ മുറിച്ച് കൊടുക്കാം. 2 3 കെട്ട് നിങ്ങൾ ഇട്ടോളും. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ തുമ്പിനെ ആവശ്യമുള്ളത് വെച്ചിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കണം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ട്രിം ചെയ്ത് കളയാം. ഈ അൺഇവൻ ഉള്ളത് ഇങ്ങനെ ട്രിം ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ ടെസൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കോട്ടൺ ത്രെഡ് ആണെങ്കിൽ കോട്ടൺ, ഇത് ബുദ്ധിമുട്ടൊന്നുമല്ല, എളുപ്പമാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നോക്കിക്കോളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ടെസലെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ ഫ്രണ്ട്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കിടക്കുന്ന ബെല്ലും കൂടെ പ്രസ് ചെയ്തേക്കണം. എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെ നമ്മൾ വെറൈറ്റി ആയിട്ട് ടെസൽ എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇന്ന് പഠിച്ചു. പഴയ ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരു ലൈക്ക് ഒരു ഷെയർ എന്തായാലും പ്രതീക്ഷിക്കുന്നു ഫ്രണ്ട്സ്. അപ്പം അടുത്തൊരു നല്ല സ്റ്റിച്ചിങ് വീഡിയോ ആയി കാണുന്നവരെ ബൈ.